ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ കോഫി മഗ്. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ബ്രെഡിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിലുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ഇഞ്ച് നീളമുള്ള കറുവപ്പട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുക. കൂടെ തന്നെ 5 ഗ്രാമ്പൂവും 4 ഏലക്കയും. ഏലക്കയുടെ തൊലി ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിടണേ. ഇവയെല്ലാം നന്നായി ചൂടായി പൊട്ടി തുടങ്ങുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കനം കുറച്ച് നീളത്തിലരിഞ്ഞത്, 4 പച്ചമുളക് അരിഞ്ഞത്, ഇവയെല്ലാം ചേർത്ത് മൂപ്പിച്ചെടുക്കണം. എരിവുള്ള മുളകാണെങ്കിൽ 3 എണ്ണം ചേർത്താൽ മതി കേട്ടോ. ഇതിനിടയ്ക്ക് നമുക്ക് കശുവണ്ടി സോക്ക് ചെയ്യാൻ വെക്കണം. ഞാനിവിടെ 8 കശുവണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നന്നായി മൂത്ത് നല്ലൊരു മണം വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവോള ചെറിയ ക്യൂബുകളായി അരിഞ്ഞതും, കുറച്ച് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. സവോള ഒത്തിരി വഴന്നു പോകണ്ട, നന്നായി ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഈ സമയത്തെല്ലാം ഞാൻ തീ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ സവാള നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 2-3 മിനിറ്റ് എടുക്കും കേട്ടോ സവാള വെന്ത് വരാൻ. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള പീസുകളാണ് ഇത്. എല്ലോട് കൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കാം. ഇനി തീ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് 5 മിനിറ്റ് തുറന്ന് വെച്ച് വേവിക്കണം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ക്യൂബുകളായി അരിഞ്ഞതും, ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞതും, അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് രണ്ടാം പാലും ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. 1/2 കപ്പ് ചിരകിയ തേങ്ങയിൽ നിന്നാണ് ഞാൻ 1/2 കപ്പ് രണ്ടാം പാൽ എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് തീ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പോൾ മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനും വെജിറ്റബിൾസും ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഓരോ ചിക്കൻ്റെ മൂപ്പ് അനുസരിച്ച് വേവിൽ വ്യത്യാസം വരും, അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി ഇതിലെ വെള്ളം സഹിതം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അടിച്ച് പേസ്റ്റ് പരുവത്തിലാക്കി ഒഴിച്ചു കൊടുക്കാം. ഇത് സ്റ്റൂവിന് നല്ല തിക്നെസ്സും ടേസ്റ്റും നൽകും. നന്നായി ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് 1 മിനിറ്റ് വീണ്ടും കുക്ക് ചെയ്യാം. കുരുമുളക് പൊടി ചേർക്കുമ്പോൾ എരിവ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ഇടത്തരം കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുത്ത് ഇളക്കാം. എന്നിട്ട് 1 കപ്പ് ഒന്നാം പാലും കൂടെ ചേർത്തിളക്കാം.
ഈ സമയം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ചേർക്കുകയാണ്. ആകെ മൊത്തം 1.5 ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇനി സ്റ്റൂ നന്നായി ചൂടായി ആവി വന്നു കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് തിളപ്പിക്കരുത്. തിളയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് തീ ഓഫ് ചെയ്യണം. തിളപ്പിച്ചാൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കശുവണ്ടി വറുത്തിടണം. അതിനായി ഒരു ചെറിയ ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായി ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് കശുവണ്ടി ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ഞാനിവിടെ 6 കശുവണ്ടി 2ആയി പിളർന്നതാണ് എടുത്തിരിക്കുന്നത്. കശുവണ്ടി വറുത്ത് കഴിയുമ്പോൾ ഈ നെയ്യിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിക്കാം. അതിനുശേഷം മീഡിയം സൈസ് 5-6 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ മൂപ്പിക്കണം. ഇനി സ്റ്റൂവിലേക്ക് ആദ്യം കശുവണ്ടി വറുത്തതും പിന്നീട് കടുകും ചുവന്നുള്ളിയും കൂടി താളിച്ചും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 8-10 മിനിറ്റ് മൂടി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം ഇളക്കി ചേർത്തിട്ട് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ നമുക്കിനി മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.